അപ്പൊ ശ്രീകാന്ത് ഏട്ടാ, ചേച്ചി നമുക്ക് ആദ്യം തന്നെ ഹോമിന്റെ വിജയത്തിനെ കുറിച്ചിട്ട് ശ്രീകാന്ത് ഏട്ടനോട് ചോദിക്കാം അല്ലെ? തീർച്ചയായിട്ടും. അതായത് ഹോം എന്ന സിനിമ പെട്ടെന്ന് പ്രേക്ഷകർക്ക് ഇടയിൽ വന്നതാണ്. വലിയ ആർഭാടം ഞങ്ങൾ വരുന്നു ഹോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വന്നതിന് ശേഷം അത് ഭയങ്കര വലിയൊരു വിജയമായിട്ട് ഇങ്ങനെ ഇപ്പോഴും ആൾക്കാർ ആ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ അതിൽ അഭിനയിച്ച നടൻ എന്ന നിലയിൽ ചേട്ടൻ എന്താ പറയാനുള്ളത്? ശ്വാസിക പറഞ്ഞതുപോലെയാണ്, വലിയ സന്തോഷം. ഒത്തിരി കാരണങ്ങളുണ്ട് അതിന്. ഒന്ന്, ഈ നമ്മുടെ ഈ കോവിഡ് സിറ്റുവേഷനിൽ എങ്ങനെ സിനിമ മുമ്പോട്ട് പോകും എന്ന ടെൻഷൻ നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പം ഷൂട്ടിങ്ങിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, 20 പേരിൽ കൂടി പാടില്ല എന്നാണ് നമ്മളുടെ പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നിന്നുകൊണ്ട് ഒരു പ്രത്യേക സംവിധാനത്തിൽ ചെയ്തു നോക്കിയ സിനിമയാണ്. അപ്പം ഫ്രൈഡേ ഫിലിംസ് വിജയ് ബാബുവിനും അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളുണ്ട് ഷിബു സുശീലിനൊക്കെ. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഈവൻ രാവിലെ വരുമ്പോൾ സാനിറ്റൈസർ, പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ നോക്ക്, ഫുൾ ടൈം മാസ്ക്, ഷോട്ടിൻ്റെ സമയത്ത് മാസ്ക് മാറ്റുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള കുറേ ടെൻഷൻസ് കൂടി ആ സിനിമ കണ്ട് ആസ്വദിക്കുന്നവരോട് ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്രയും നല്ല ആദ്യം നടന്ന സിനിമയാണ്. ശരിക്കും കോവിഡ് റിലാക്സേഷൻ തുടങ്ങിയ സമയത്ത്, ഫസ്റ്റ് ഫേസിൻ്റെ സമയത്ത് തുടങ്ങിയ സിനിമയാണ്. അപ്പോൾ ഒത്തിരി ചലഞ്ചസിൻ്റെ നടക്കുന്നുണ്ട് ആ സിനിമ ചെയ്തത്. അതിൻ്റെ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതൊക്കെ ഒരു വീടിൻ്റെ അകത്താണ്, ഹോം എന്ന പേര്. അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് സന്തോഷമായിട്ട് പറയുന്നവരിൽ വലിയൊരു ശതമാനം ആൾക്കാരും അത് എത്രമാത്രം റിസ്ക് എടുത്താൽ ചെയ്തതിനെ കുറിച്ച്, അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന്. പിന്നെ നമുക്കറിയാം OTT പ്ലാറ്റ്ഫോമൊക്കെ ഫോളോ ചെയ്യുന്ന ആരാണല്ലോ നമ്മൾ. പൊതുവേ എല്ലാവരും ഗാഡ്ജറ്റ്സ് ആയിട്ട് പരിചയമായി. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ, ഒരു ജനർ ഓഫ് സിനിമകളാണ് വന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറിയത് ടോട്ടലി ഹോം, കംപ്ലീറ്റ് ഒരു ഫാമിലി ആയിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. കുടുംബങ്ങളുടെയും അതിൻ്റെ ബന്ധങ്ങളുടെയും പിന്നെ റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെയൊക്കെ ഡിസ്കഷൻ നടന്നപ്പോൾ അതിൻ്റെ ഒരു വിജയം കൂടിയായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഒരു സാധാരണ സിനിമയുടെ വിജയം മാത്രമല്ല, ശ്വാസികയ്ക്കും എനിക്കും ഈ ആ സിനിമ കണ്ട പ്രേക്ഷകർക്കും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഒക്കെ സ്വയം ഒന്ന് സെൽഫ് അസസ്മെന്റിന് നടന്നു. അങ്ങനെയൊക്കെ വളരെ അപൂർവമായിട്ട് സിനിമകൾ ഉണ്ടാവാറുള്ളൂ, നമുക്ക് സെൽഫ് അസസ് ചെയ്യാനായിട്ട് സിനിമ. ശ്രീകാന്ത് ഏട്ടന്റെ വോയിസ് ആണ് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് ഞാൻ ഏതോ ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണല്ലേ ഈ വോയിസ്? അത് കണ്ടിട്ടാണോ പ്രണയത്തിലായത്? പറയാം അല്ലേ, ഒരു യുണീക് സെല്ലിംഗ് പോയിന്റ് ആണ്. അത് ശരിയാണ്. പല കാരണങ്ങളിൽ സംഗീത ചോദ്യം കേട്ടില്ല, ആ ഒരു ഭാഗം കേട്ടില്ല. അതായത് ആ വോയിസ് കേട്ടിട്ടാണോ പ്രണയിച്ചത്? പല കാരണങ്ങളിൽ ഒരു കാരണം അതായിരിക്കാം. ആയിരിക്കാം. ആണോ? നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത് ആദ്യം? പറഞ്ഞോളൂ. ഇതുപോലൊരു ചാനലിൽ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വരുമ്പോഴാണ് സംഗീതം കാണുന്നത്. കണ്ടു, പാർട്ടിസിപ്പന്റ് ആയിട്ട് വന്നു, ഞങ്ങൾ സംസാരിച്ചു. ചേട്ടൻ അവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു. ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു പാർട്ടിസിപ്പന്റിനോട് ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികം. സതീഷ അല്ലേ, അങ്ങനെയല്ലേ? ഇവിടെ ഉണ്ട് ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ. അതെ, സതീഷേട്ടാ ശരിയല്ലേ ചോദിക്കുന്നുണ്ട്. പക്ഷെ സതീഷേട്ടൻ മിണ്ടുന്നില്ല, കാരണം മിണ്ടിയിട്ട് കാര്യമില്ല. കുട്ടി മിണ്ടുന്നില്ല. സതീഷന്റെ കല്യാണം കഴിഞ്ഞു. ഇതൊരു മാജിക് അല്ലേ നമുക്ക്. ഇതൊരു പിന്നെ വേറെന്നുള്ളത്, അതിന്റെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റി. പിന്നെ നമ്മുടെ ഒരു ഫാമിലി സ്വഭാവമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ പിന്നെ വളരെ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള സ്പേസ് എനിക്കുണ്ട്, സംഗീതിക്കുണ്ട്. അതപ്പോൾ അത് അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം ഈ പറയുന്ന പോലെ ഭയങ്കര ഇക്കിളിപ്പെടുത്തുന്ന അതോ അല്ലെങ്കിൽ പ്രണയം തോന്നൽ എന്നൊക്കെ പറയുന്നത് ഏതോ ഒരു അൺനോൺ റീസൺ അല്ലേ അതിനുള്ള ഒരു കാരണം. അതിനുള്ള റീസൺ കണ്ടുപിടിക്കുന്നത് പോലും കണ്ടുപിടിച്ചാൽ പിന്നെ തീർന്നു അല്ലേ? അങ്ങനെ പിന്നെ വേറെന്നുള്ളത്, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എത്ര ഗൗരവമുള്ള കാര്യങ്ങൾ, ഗൗരവം എന്നത് അപേക്ഷിക്കുകയാണ്. അപ്പം ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുന്നൊരു കാര്യം ശ്വാസിക്കോ കേൾവിക്കാർക്കോ ഗൗരവമായിട്ട് തോന്നിക്കൊള്ളുന്നത്. ഞാൻ ആ ഒരു ആനുകൂല്യം അവിടെ വച്ചുകൊണ്ട് തന്നെ പറയാണ്, നമ്മൾ മറ്റു പല കാര്യങ്ങൾ പറയുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം. അപ്പോഴാണ് ഞാൻ ആലോചിച്ച് ഈ കഥ എങ്ങനെ പറയും. ഇപ്പോൾ മറ്റത് കഥയായിട്ട് പിന്നീട് പറയേണ്ടി വരും എന്ന് നമ്മൾ സ്വപ്നത്തിൽ ജീവിതം. അപ്പൊ അത് ഒരു സുഹൃത്ത് ബന്ധമാണെങ്കിൽ എനിക്ക് പറയാം ശ്വാസികൻ എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടമായി എന്നുള്ള എനിക്ക് കൃത്യമായി ഡിഫൈൻ ചെയ്ത് പറയാം. പക്ഷെ പ്രണയം എന്തുകൊണ്ട് തോന്നിയെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. തന്നെയല്ല, ഇപ്പം വളരെ പേഴ്സണൽ ആണല്ലോ ഈ ഒരു ഫീൽ. അപ്പോൾ നമുക്കതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന ഒന്നാണെന്ന് വരെ പറഞ്ഞാൽ പിന്നെ അടുത്ത പോയിന്റിലേക്ക് ഇല്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെയൊക്കെ സംഭവിച്ചു. അങ്ങനെ ഇപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. മാധവന്റെ വിശേഷങ്ങൾ പറയും. മാധവൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിലാ? അവൻ 8ാം ക്ലാസ്സിലാണ്, ഭവൻസിലാണ്, എറണാകുളത്താണ് പഠിക്കണേ. പിന്നെ അവന്റെ ഇൻട്രസ്റ്റുകൾ എന്താ വെച്ചാല് അല്ല, നമ്മൾ സിനിമകൾ ഈ മത്ത നട്ടാ കുമ്പളം മുളയ്ക്കുമെന്ന് ചോദിക്കില്ല. അപ്പൊ അതാണ് അവസ്ഥ. ചിലപ്പോ ഒരു പാട്ടുകാരനാവാം, ചിലപ്പോ ബിഹൈൻഡ് ക്യാമറ ആയിരിക്കും, ചിലപ്പോ നടനായിരിക്കും, എല്ലാം ചെയ്ത് അവരെങ്ങനെ പോകും. വേറെ ലെവലാണ്.